ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1299 കർക്കിടക മാസം 28-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 21-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:38 നാളത്തെ ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ് ഉദയാൽപരം തിഥിയായിട്ട് വന്നു ചേരുക. സപ്തമി തിഥി തിങ്കളാഴ്ച ദിവസം രാവിലെ 7:58 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് അഷ്ടമി തിഥിയാണ് വന്നു ചേരുക. അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസം അഷ്ടമി തിഥിയാണെന്നുള്ളത് കൂടുതൽ സമയവും, അതായത് തിങ്കളാഴ്ച രാവിലെ 7:58 മുതൽ അഷ്ടമി തിഥി ആരംഭിക്കും. പകൽ മുഴുവൻ അല്ലെങ്കിൽ കൂടുതൽ സമയവും അഷ്ടമി തിഥി ആയിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 8:36 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ചോതി നക്ഷത്രം തലക്കെട്ടായിട്ട് വന്നു ചേർന്നിട്ടില്ല. തലക്കെട്ടായിട്ട് വന്നു ചേർന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രമാണ് തിങ്കളാഴ്ച രാവിലെ 8:36 മുതൽ കൂടുതൽ സമയം വന്നു ചേരുക. വിശാഖം നക്ഷത്രമാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം. പക്ഷെങ്കിൽ ഉദയം കഴിഞ്ഞ് അല്പനേരം ചോതി നക്ഷത്രമുണ്ട്. അതുകൊണ്ടാണ് ചോതി നക്ഷത്രമാണ് ഉദയാൽപരം നക്ഷത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ചോതി നക്ഷത്രം ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 60 നാഴിക കഴിഞ്ഞ് പിന്നെയും അല്പം കൂടി ഉള്ളത് കൊണ്ടാണ് തിങ്കളാഴ്ച ഉദയം കഴിഞ്ഞും വന്നത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ പൂർണ്ണമായ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ വിശാഖ നക്ഷത്രമാണ്. അതുകൊണ്ട് നമ്മുടെ തലക്കെട്ട് വിശാഖ നക്ഷത്രം എന്ന് വന്നു. വിശാഖ നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 10:46 അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ഏതാണ്? വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. ഇങ്ങനെ നക്ഷത്രം ഉദിക്കുന്നതും അവസാനിക്കുന്ന സമയത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് അടുത്ത ദിവസത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ട് തലേദിവസത്തെ നക്ഷത്രം കയറി വരാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ദൈർഘ്യസ്ഥിതി എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമാണ്. അപ്പോൾ ഇതിൻ്റെ സമയം ഞാൻ പറഞ്ഞുതരാം. അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ 8:36 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10:46 വരെ ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണ്. അതിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 8:36 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:36 വരെ ജനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര ജാതകരാണ്. ചൊവ്വാഴ്ച ദിവസം രാവിലെ 2:36 AM മുതൽ രാവിലെ 10:46 വരെ ജനിക്കുന്ന കുട്ടികൾ വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര പ്രകാരം ആർക്കൊക്കെയാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ്. നാളത്തെ നക്ഷത്രം ഏതാണ്? വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. അപ്പോൾ വിശാഖ നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച രാവിലെ 8:36 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10:46 വരെയുള്ള സമയത്ത് അത്തം, പൂരം, രോഹിണി, മകീരം, ചതയം, പൂരുട്ടാതി, ചോതി ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത്തം, പൂരം, രോഹിണി, മകീരം, ചതയം, പൂരുട്ടാതി, ചോതി ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എപ്പോഴാണ്? തിങ്കളാഴ്ച രാവിലെ 8:36 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10:46 വരെയുള്ള സമയം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 8:36 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10:46 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷം എന്താണ് പറയുന്നത്? ചിത്ര, ഉത്രം, മകം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ നാളുകാരെ സൂക്ഷിക്കണം. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിയായി സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നു ചേർന്ന് നിങ്ങൾ മാനസികമായും ശാരീരികമായും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതാണ് പ്രതികൂലമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നാളെ തിങ്കളാഴ്ച ദിവസമാണ്. ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 7:48 വരെ ശുഭസമയമാണ്. പിന്നീട് 10:38 മുതൽ ഉച്ചകഴിഞ്ഞ് 3:48 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നാളെ അഷ്ടമി തിഥിയാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ശുഭസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. ഇനിയും നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത്
ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 12ആണ്. അതിന് ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 + 2 = 3. അങ്ങനെ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ആ സംഖ്യ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷമാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. സംഖ്യകളെ വെച്ചു, സംഖ്യ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ വെച്ച് പറയുന്ന ഒരു ശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം. സംഖ്യാശാസ്ത്ര പ്രകാരമാണ് ഇപ്രകാരമുള്ള അഭിപ്രായം പറയുന്നത്. നാളത്തെ ദിവസം ഈ നാളുകാർക്ക് അല്ലെങ്കിൽ ഈ ജനിച്ച ദിവസങ്ങളിൽ ഉള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് പരിഹാരവും പറയുന്നുണ്ട്. നാളെ ഈ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമാണ്. അപ്പോൾ പ്രതികൂലത്തെ മറികടക്കുവാൻ വേണ്ടി ആ പ്രതികൂലമായ ആ സംഖ്യ ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റസംഖ്യ അല്ലെങ്കിൽ ഈ 3 വരുന്നവർ, ഈ ജന്മസംഖ്യ വരുന്നവർ, അവരുടെ പേരിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ CGLS എന്നീ അക്ഷരങ്ങളില്ലാത്തവർ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഈ സ്ക്രീനിലുണ്ട്. സ്ക്രീനിലെ നമ്പർ നോക്കി പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ വാട്സപ്പ് ചെയ്ത് ജ്യോതിഷപരമായ സേവനങ്ങൾ എന്നിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്നെ കാണുവാൻ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ എൻ്റെ ഓഫീസുണ്ട്. എൻ്റെ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ ഓഫീസിൽ വന്നാൽ എന്നെ നേരിട്ട് കാണാവുന്നതുമാണ്. ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം. നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രന് പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ചന്ദ്രനെ വെച്ചുള്ള ഫലമാണ് ചന്ദ്രൻ നാളത്തെ ദിവസം തുലാം രാശിയിൽ കൂടി യാത്ര ചെയ്യുന്നു. തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ 27 നക്ഷത്ര ജാതകരെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ചന്ദ്രൻ കൊടുക്കുന്ന ഫലങ്ങൾ എങ്ങനെയാണ്, അത് മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു ഭവിക്കും, അതുമൂലം നേട്ടമാണോ കോട്ടമാണോ തിക്താനുഭവങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം തന്നെ ചിന്തിക്കാം. കാരണം രാശിചക്രം ക്രമീകരിച്ചിരിക്കുന്നത് മേടൻ രാശി മുതലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മേടമാണ് 1ാമത്തെ രാശി എന്നുള്ള രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മേടക്കൂറുകാരുടെ കാര്യം എന്നും പറയുന്നത്. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് നേട്ടങ്ങളെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രഭാവമാണ്. അവിടെ നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകർക്ക് ദാമ്പത്യ ജീവിത സുഖം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുഖേന ഇവർക്ക്, അല്ലെങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപൻ മുഖേന, ആ ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നതാകട്ടെ ഇവർക്ക് 5ാം ഭാവത്തിലുമാണ്. അപ്പോൾ ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, ഇത് രണ്ടും നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സൗഭാഗ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു. നല്ല ആരോഗ്യമുണ്ടാകും എന്ന് പറയുന്നു. കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം കിട്ടുന്നൊരു ദിവസമാണ്. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഈ ചന്ദ്രനെ ഏതെങ്കിലും ശത്രുഗ്രഹം വീക്ഷിച്ചാൽ ഈ പറയുന്ന ആ അനുഭവങ്ങളെല്ലാം പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ഇവിടെ ചന്ദ്രനെ ശത്രുഗ്രഹങ്ങളൊന്നും തന്നെ വീക്ഷിക്കുന്നില്ല. ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് ശുക്രനാണ്. അതുപോലെ തന്നെ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് ശനിയാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി ചന്ദ്രനുമേൽ വരാത്തത് കൊണ്ട്, ശനിയുടെ ദൃഷ്ടി വരുന്നില്ല, അതുപോലെ തന്നെ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ശത്രു ദൃഷ്ടികളൊന്നും വരാത്തത് കൊണ്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 6ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ശത്രുക്ഷേത്ര സ്ഥിതനാണ്. അവരെ സംബന്ധിച്ചോളം 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗ, ദുഃഖം അല്ലെങ്കിൽ
കടബാധ്യത, ശത്രുത എന്നിങ്ങനെയുള്ള ഭാവത്തിലാണ് അവരെ സംബന്ധിച്ച് ഈ ചന്ദ്രൻ നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗഭാവം, കടബാധകളാൽ ഭാരപ്പെടുന്ന ഭാവം, ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്ന ഭാവം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, ശത്രുശല്യം, രോഗദുരിതം, അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് അവർക്ക് മറ്റേതെങ്കിലും ഗ്രഹസ്ഥിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ കേന്ദ്രഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ആ ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നാളെ ഈ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള ശത്രുതകളോ അല്ലെങ്കിൽ കടബാധകളാൽ ഭാരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനോ, ദാമ്പത്യ ജീവിത പ്രതിസന്ധി ഉണ്ടാകുവാനോ, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് അവരുടെ നാളത്തെ ദിവസത്തെ ജീവിതാനുഭവങ്ങളിൽ പൂർണ്ണമായും തൃപ്തികരമായ ഒരു അനുഭവം എല്ലാ കാര്യങ്ങളിലും വന്നു ചേരണമെന്നില്ല. ശത്രുത ഉണ്ടാകാം, ഏതെങ്കിലും വിധത്തിൽ രോഗദുഃഖ ദുരിതം പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങളൊക്കെ കുറേശ്ശെ വന്നെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അവരെ വളരെ തീവ്രമായി ബാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഏറെക്കുറെ ഒരു പ്രതിസന്ധിയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കാര്യവിജയം കൊടുക്കുമോ? ഈ നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം, പ്രത്യേകിച്ച് ശുക്ലപക്ഷ ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബലവാനായ ചന്ദ്രനാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനഃശുദ്ധി ഉണ്ടാകും, നല്ല രീതിയിൽ പെരുമാറാനുള്ളൊരു കഴിവുണ്ടാകും, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരും. അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അത്ര വലിയ മെച്ചമൊന്നുമല്ല, തൊഴിൽപരമായ അത്ര മെച്ചമല്ല, ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലയിൽ ഉണ്ട്. പക്ഷേ എങ്കിലും നാളത്തെ ദിവസം ഈ ചന്ദ്രൻ ഈ നാളുകാർക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നൊരു ദിവസമാണ്. അവരുടെ ശരീരത്തെയും മനസ്സിനെയും പോസിറ്റീവ് എനർജി കൊടുത്തു ചന്ദ്രൻ ഇവരെ ഉദ്ദീപിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രൻ ഇവരെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഇവരുടെ നാളത്തെ ദിവസത്തെ നല്ല പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും വളരെ സ്നേഹം കാണിക്കുകയും വളരെ ഔചിത്യത്തോടു കൂടിയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു നേട്ടം കൊണ്ട് നാളത്തെ ദിവസം ഇവർക്ക് തൊഴിൽപരമായുള്ള പ്രശ്നത്തെ അറിയുന്നില്ല, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അറിയത്തില്ല, അവരുടെ ജീവിതത്തിലുള്ള കുറവശങ്ങളെ അവരറിയാതെ തന്നെ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും നേട്ടമുള്ളവരെ പോലെ അവർ ജീവിക്കും എന്നുള്ളതാണ് നാളത്തെ അവരുടെ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ മറ്റ് ശത്രുഗ്രഹങ്ങളൊന്നും വീക്ഷിക്കുന്നില്ല. ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത് ശനിയാണ്, ശനിയുടെ ദൃഷ്ടിയില്ല. അതുപോലെ തന്നെ ശുക്രനാണ്, ശുക്രൻ്റെ ദൃഷ്ടിയില്ല. ബുധൻ ശത്രുവായിട്ട് കാണുന്നു, ബുധൻ്റെ ദൃഷ്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും പതിയാത്ത ചന്ദ്രൻ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം മാതൃസുഖം കൊടുക്കും, ധനമുണ്ടാക്കി കൊടുക്കും. അവർക്ക് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് വാഹനയോഗം പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇവർക്ക് സ്ത്രീകൾ മുഖേന, ബന്ധുക്കൾ മുഖേനയുള്ള സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകും എന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും തൊഴിൽപരമായും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള മാതാവ് മുഖേനയും ഒക്കെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ആ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ദാമ്പത്യ ജീവിതം അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേട്ടം തന്നെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 3-ാം ഭാവത്തിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖേന, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അങ്ങനെ അവർക്ക് കീർത്തിയും പ്രശസ്തിയും സഹോദര ഗുണവും സുഹൃത്ത് ഗുണവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാകും. ധനപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം.
വിദ്യ കൊണ്ടുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. മാതാവിനെ കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവിനെ കൊണ്ട് തിക്താനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അപ്പോൾ അങ്ങനെ പിതാവൊഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളിലും കാര്യങ്ങളിലും അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 2ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 11ാം ഭാവത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ 11ാം ഭാവത്തിൻ്റെ അധിപതിയായ ചന്ദ്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബസുഖം കിട്ടും, ധനപരമായ നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ മാതാവ് മുഖേന ധനം വന്നു ചേരും. അതുപോലെ തന്നെ ബുദ്ധിപരമായുള്ള പ്രവർത്തനം, ത്യാഗ മനോഭാവം, നല്ല രീതിയിലുള്ള സംസാരം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഈ ചന്ദ്രനെ മറ്റു ശത്രുഗ്രഹങ്ങളൊന്നും വീക്ഷിക്കാത്തത് കൊണ്ട് ശത്രുതയൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്നാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമുണ്ട്. അവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഇപ്പോൾ അവർക്ക് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ ശുക്രനെ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ വീക്ഷിക്കുന്നത് മൂലം ഇവർക്ക് ഓഗസ്റ്റ് മാസം 26-ാം തീയതി വരെ ധനനഷ്ടം, ഇവർക്ക് വന്നു ചേരുന്ന ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് പ്രയോജനപ്പെടാതെ അത് നഷ്ടമായി പോകുന്ന ഒരു സമയമാണെന്നുള്ളതും ഈ കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കുക. അതിപ്പോൾ എന്നും ഞാൻ പറയാൻ പറ്റിയില്ലെങ്കിലും അത് ഓഗസ്റ്റ് മാസം 26-ാം തീയതി വരെ ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഈ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലെ ബലമുള്ള ചന്ദ്രനാണ്. ഈ ചന്ദ്രൻ ഈ ജാതകർക്ക് സുഖാനുഭവ യോഗങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ധനപരമായ നേട്ടം, ദാമ്പത്യ സുഖം, സ്ത്രീ സുഖം, ധീരത, ധൈര്യം, സൗന്ദര്യം, ആരോഗ്യം, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ, തൊഴിൽപരമായുള്ള നേട്ടം. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതികൂലമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഈ ചന്ദ്രൻ തുലാക്കൂറിൽ കൂടി കടന്നു പോകുന്ന 2.25 ദിവസം ഇവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത്. വളരെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 ദിവസങ്ങളൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ മനസ്സിനും ശരീരത്തിനൊക്കെ സന്തോഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യർ ജീവിക്കാനുള്ള ഒരു പ്രേരണ വീണ്ടും ഉണ്ടാകുന്നത്. പിന്നെയും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും, പിന്നെയും ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാളത്തെ ദിവസവും ചന്ദ്രൻ ഇവർക്ക് സുഖാനുഭവ യോഗത്തെ കൊടുക്കേണ്ട ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം, നല്ല ആരോഗ്യം, ധനപരമായ നേട്ടം, അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ, സുഖാനുഭവ യോഗങ്ങൾക്കകത്ത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എങ്കിലും ഇവരുടെ കൂറിൻ്റെ അധിപനായ അതായത് തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ ഇവർക്കിപ്പോൾ 11-ലാണ് നിൽക്കുന്നത്. ആ 11-ൽ നിൽക്കുന്ന ശുക്രനെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ കുജൻ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ഈ തുലാക്കൂറിൻ്റെ അധിപനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു ദാമ്പത്യ സുഖക്കുറവൊക്കെ അനുഭവത്തിൽ വന്നു ചേരാം. അതുപോലെ തന്നെ ഇവർ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ തടസ്സം ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്തു ചെയ്യും? 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് 12-ൽ നിന്നാൽ നയനരോഗം, പ്രത്യേകിച്ച് സൂര്യൻ ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടകൻ രാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ സമയത്ത് പലർക്കും കണ്ണിന് ദീനമുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് നാളുകാർക്ക് കണ്ണിന് അപ്പോൾ രോഗം വർദ്ധിക്കും. നിലവിൽ കണ്ണിന് ചികിത്സ തേടുന്നവരാണെങ്കിൽ പോലും ആ സമയത്ത് കണ്ണിൻ്റെ രോഗം കൂടും, കണ്ണിന് ദീനം കൂടും, നയനരോഗം വർദ്ധിക്കും, അല്ലെങ്കിൽ നയനരോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് കർക്കിടക മാസത്തിൽ അവർക്ക് കണ്ണിന് ദീനം കൂടും.
എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പിന്നെ അലസത ഉണ്ടാകും, ഒരു കാര്യത്തിനും താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ടാകും, കാര്യതടസ്സം, ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സം ഉണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കത്തില്ല, ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ ചിലർ പിന്നെ സാഹസിക പ്രവർത്തികളാണ് പിന്നെ ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ മുറിവുചോതകളൊക്കെ സംഭവിക്കാം, വീട് വിട്ട് മാറി താമസിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകും, മാതാവിനെ കൊണ്ട് രോഗദുഃഖ ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകാം. പക്ഷെങ്കിൽ ഇവർക്ക് നാളത്തെ ദിവസം ഈ പറഞ്ഞ പ്രതിസന്ധികൾ കാര്യമായി വന്നു ചേരത്തില്ല. കാരണം ഇവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ, വൃശ്ചികക്കൂറിൻ്റെ അധിപൻ ചൊവ്വയാണല്ലോ, ചൊവ്വ നേരെ കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എങ്കിൽ പോലും ഒരു ബാലൻസിങ്, നാളത്തെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു ബാലൻസിങ്, അധികം ദോഷം വന്നു ചേരാതെ ഒരു 50% ദോഷവും 50% നേട്ടവുമായി പോകുന്ന വിധത്തിൽ വ്യാഴം എന്ന ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് കുജൻ നിൽക്കുന്നത് കൊണ്ട്, കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ തട്ടുകേടുകളൊന്നും ഇങ്ങനെ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ധനനേട്ടം, പുത്രിഭാഗ്യം. തുലാം രാശി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ ആരെ സൂചിപ്പിക്കുന്നു? സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ പെൺമക്കളാലുള്ള അനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ നാളെ ദിവസം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകും, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ ഒക്കെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കച്ചവടക്കാർ ആയിട്ടുള്ളവർക്ക് കച്ചവടം, വ്യാപാര നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നാളത്തെ ദിവസം ഈ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ ആൺമക്കൾക്ക് ദോഷവും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്, ഇവരുടെ ആൺമക്കൾക്ക് ദോഷമുണ്ടാക്കി കൊടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ വന്നാലും അവർക്ക് വ്യാപാര നേട്ടം, ദാമ്പത്യ സുഖം, മക്കളെ കൊണ്ടുള്ള നേട്ടം, സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, മക്കൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുള്ള അനുഭവങ്ങൾ, നല്ല നേട്ടങ്ങളൊക്കെ വന്നാലും ആൺമക്കൾ മുഖേന ദുഃഖിക്കുവാനുള്ളൊരു സാഹചര്യം അവിടെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ധനുക്കൂറുകാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവിടെ കേന്ദ്രഭാവമായ 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. വെളുത്ത പക്ഷത്തിലെ ബലമുള്ള ചന്ദ്രൻ 10ാം ഭാവത്തിൽ നിന്നാൽ തൊഴിൽ ഗുണം ഉറപ്പാണ്. തൊഴിൽ ഗുണം അവർക്ക് നാളത്തെ ദിവസം ഉറപ്പാണ്. അതുപോലെ തന്നെ അവരുടെ 7ാം ഭാവത്തിൻ്റെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് 10ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖം ഉറപ്പാണ്. ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല സ്നേഹബന്ധത്തിൽ കൂടി പോവും. അവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നാളെ അനുകൂലമായ ഫലങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിതമുണ്ട്, നാളത്തെ ദിവസം മാതൃഗുണമുണ്ട്. എന്നാൽ പിതാവിനെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവ് 7ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാകുമോ എന്ന് ചോദിച്ചാൽ പിതാവ് ബലമില്ലാത്ത, അതായത് പിതാവ് ഇനിയിപ്പോൾ കർക്കിടകം വിട്ട് ചിങ്ങത്തിലേക്ക് പോവുകയാണ്. പിതാവിന് കാര്യമായ റോളൊന്നും ഓടിയില്ല. അപ്പോൾ അത് ഒരു കാര്യത്തിലും നാളത്തെ ദിവസം തിക്താനുഭവങ്ങളൊന്നും വന്നു ചേരാനില്ല. എല്ലാ കാര്യങ്ങളും നല്ല അനുഭവമായി നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവം ഭാഗ്യഭാവത്തിലാണ് ബലമുള്ള ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ നിന്നാൽ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും അവരെ തേടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ മുഖേന അല്ലെങ്കിൽ മാതാവ് മുഖേന അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ, സുഖാനുഭവങ്ങൾ വന്നു ചേരുവാൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം ലഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർക്ക് സ്ത്രീകളോട് കൂടുതൽ താല്പര്യമൊക്കെ തോന്നുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ അത് അവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകല്. അങ്ങനെ ഉണ്ടാകാതെ പോയാൽ നാളത്തെ ദിവസം
ഭാഗ്യകരമായ അനുഭവങ്ങൾ കൊണ്ട് ധനം വന്നു ചേരുകയും ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും അത് മുഖേന ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ അഭിവൃദ്ധിയും നന്മകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രത്യാശ വെക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുട്ടാതി 3/4 നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കഷ്ടത്തെ കൊടുക്കും. അപ്പോൾ നാളത്തെ ദിവസം ഈ അഷ്ടമത്തിൻ്റെ അധിപൻ അവർക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് രോഗ ദുഃഖ കടം അങ്ങനെയുള്ള ശത്രുത ഉള്ള ഭാവത്തിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപന് നിൽക്കുന്നത്. അപ്പോൾ അത് അവർക്ക് തിക്താനുഭവമായിട്ട് വന്നു ചേരുന്ന അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. വേദനാജനകമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ്. കഷ്ടതകൾ, പ്രതിസന്ധികൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, ശത്രുതകൾ, ധനനഷ്ടം അങ്ങനെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. ഇപ്പോൾ ഈ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഒരു 10-ലോ 11-ലോ 9-ലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ തിക്താനുഭവം ഒന്നും വന്നു ചേരത്തില്ല. പക്ഷെങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപൻ 6-ാം ഭാവത്തിലാണ്. 6, 8, 12 നിന്നാൽ ഉറപ്പായിട്ടും ഈ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും അവരെ തേടി വരുമെന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖക്കുറവ്, ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ധനപരമായ ബുദ്ധിമുട്ട്, ധനനഷ്ടം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുതകൾ അങ്ങനെ എല്ലാം പ്രതികൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നാളത്തെ ദിവസം ഒരു പക്ഷേ ഈ പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. അവർക്ക് ദശാകാലത്തിൻ്റെ ബലത്തിൽ അവർക്ക് നാളത്തെ പ്രതികൂലങ്ങളൊന്നും അവരെ തേടി വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ വേദനിപ്പിക്കുന്നൊരു ദിവസമായി മാറും. ഒന്നെങ്കിൽ ശരീരത്തിനോ മനസ്സിനോ ഒക്കെ ക്ഷീണമോ പ്രയാസമോ രോഗമോ ദുഃഖമോ എന്തെങ്കിലുമൊക്കെ വന്നു ചേരുമെന്നുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞത്. ഇനി നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ പൊതുചിത്രത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കേരളത്തിൻ്റെ സ്ഥിതി, നാളത്തെ സ്ഥിതി, നാളെ ഏറെക്കുറെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു ദിവസമാണ്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, അതായത് നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേകിച്ച് വലിയ ദുരന്തങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചന്ദ്രൻ വെളുത്ത വർഷത്തിൽ കൂടി പോകുന്ന സമയമാണ്. ചന്ദ്രനെ ഏതെങ്കിലും ശത്രുഗ്രഹങ്ങൾ വീക്ഷിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അന്ന് വയനാട് ദുരന്തം ഉണ്ടായത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടിരുന്നു. എന്താണ്? ചന്ദ്രൻ ഇടവൻ രാശിയിലേക്ക് കടക്കുകയാണ്. ഇടവൻ രാശിയിലേക്ക് കടക്കുകയാണ്. കറുത്ത പക്ഷമാണ്, കർക്കടക മാസമാണ്, ചന്ദ്രന് ബലമില്ല. അപ്പോൾ ഇങ്ങനെ ചന്ദ്രൻ ബലമില്ലാത്തൊരവസ്ഥയിൽ കൂടി ഇടവൻ രാശിയിലേക്ക് കടക്കുമ്പോൾ ഇടവൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. ചൊവ്വയോട് ആ രാശിയുടെ ചന്ദ്രൻ അടുത്ത രാശിയിലേക്ക് കടക്കുന്ന സമയം ഇന്ന സമയമാണെന്നും എല്ലാം പറഞ്ഞ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ അവിടെ ഇവിടെയും കലഹമോ വാഹനാപകടമോ അല്ലെങ്കിൽ അടിപിടിയോ കൊലപാതകമോ ഭവനഭേദമോ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ അങ്ങനെയൊന്നും സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പം ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ലാത്തൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. മഹാദേവനോട് ഇന്നും പ്രാർത്ഥിക്കുന്നു. മഹാദേവ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.